ദിവസവും അനവധി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരാണല്ലേ. നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും നാം തന്നെയാണോ ഉൽപ്പാദിപ്പിക്കുന്നത്? അല്ല, ചിലത് മാത്രം നമ്മൾ എന്ത് ചെയ്യും, പച്ചക്കറി പഴവർഗ്ഗങ്ങൾ പോലുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്യും, വീട്ടിൽ ഉൽപ്പാദിപ്പിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്താണ്, കടകളെയാണ് ആശ്രയിക്കുന്നത്. ഈ കടകളിൽ എങ്ങനെയാണ് സാധനങ്ങൾ എത്തുന്നത്? ഫാക്ടറികളിൽ നിന്ന്, അല്ലെങ്കിൽ വ്യവസായശാലകൾ. ഈ വ്യവസായശാലകൾ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നമ്മുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് കേട്ടാലോ? ആധുനിക ഭാരതത്തിൻ്റെ ക്ഷേത്രങ്ങളാണ് വ്യവസായശാലകൾ. ഈ വ്യവസായശാലകളിലാണ് എന്ത് നടക്കുന്നത്? ഉൽപ്പാദനം നടക്കുന്നത്. ഈ ഉൽപ്പാദനം നടക്കണമെങ്കിൽ ആരും കൂടി വിചാരിക്കണം, ഒരു ഉൽപ്പാദകൻ വേണം അല്ലേ? ഈ ഉൽപ്പാദകൻ എന്തൊക്കെ ചോദ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ കാണും. അതിന് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രധാനങ്ങൾ എന്ന് പറയുന്നത്. ഈ ചോദ്യങ്ങളെ പറ്റിയാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സമൂഹത്തിൽ ഏതൊരു സാമ്പത്തിക പ്രവർത്തനം നടക്കുമ്പോഴും സ്വാഭാവികമായി ഉയർന്നു വരുന്ന 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 1. എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? അത് എത്ര അളവിൽ? രണ്ടാമത്തേത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം? 3. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കാം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ പ്രസക്തി നിശ്ചയിക്കുന്നത്. എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? എത്ര അളവിൽ? വിഭവങ്ങൾ പരിമിതമായതിനാൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നത് ഏറ്റവും പ്രധാനമാണ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് എത്ര അളവിൽ വേണം എന്നത് പ്രസക്തമാണ്. ഇതുപോലെ പുതിയ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ എന്തെല്ലാം വ്യവസായങ്ങളാണ് തുടങ്ങേണ്ടത്, എത്ര യൂണിറ്റുകൾ ആരംഭിക്കണം എന്നത് ആസൂത്രണം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവ ഉണ്ടായിരിക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമനുസരിച്ചാണ്. സമൂഹത്തിൻ്റെ ആവശ്യവും ഉൽപ്പന്നത്തിൻ്റെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ പാലിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം? എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്രമാത്രം എന്നത് തീരുമാനിക്കപ്പെട്ടാൽ അത് എങ്ങനെയെന്ന് രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം ഉയർന്നു വരുന്നു. ഇത് ഉൽപ്പാദന രീതിയെ സൂചിപ്പിക്കുന്നു. സമൂഹത്തിൽ ലഭ്യമായ വിഭവങ്ങളെ സാങ്കേതിക വിദ്യയെയും അടിസ്ഥാനപ്പെടുത്തിയാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്ന് തീരുമാനിക്കേണ്ടത്. ഉദാഹരണത്തിന് നിലമൊരുക്കൽ, വിത്ത് വിതയ്ക്കൽ, കള പറിക്കൽ, വളമിടൽ, കൊയ്ത്ത്, മെതിക്കൽ തുടങ്ങിയ കാർഷിക പ്രവർത്തനങ്ങൾ തൊഴിലാളികളെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആധുനിക കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ചോ നടത്താവുന്നതാണ്. ഇതിൽ ഏതാണ് സ്വീകരിക്കേണ്ടത് എന്നത് ആ പ്രദേശത്തെ ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുമാനിക്കേണ്ടത്. വിഭവങ്ങളുടെ ലഭ്യത അനുസരിച്ചാണ് ഉൽപ്പാദനത്തിൻ്റെ രീതിയിൽ വ്യത്യാസം ഉണ്ടാകാറ്. മൂന്നാമത്തെ ചോദ്യം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയായിരിക്കണം ഉൽപ്പാദനം നടത്തേണ്ടത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിമിതമല്ല. ഓരോ ആവശ്യം നിറവേറ്റുമ്പോഴേക്കും പുതിയ ആവശ്യങ്ങൾ കടന്നുവരും. എന്നാൽ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കാനുള്ള വിഭവങ്ങൾ നമുക്കുണ്ടായിരിക്കണമെന്നില്ല. അതിനാൽ ഈ ആവശ്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കേണ്ടത് അനിവാര്യമാണ്. സമൂഹത്തിൽ പരമാവധി പേർക്ക് ഗുണം ലഭിക്കുന്ന തരത്തിലാവണം ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത്. ഉൽപ്പാദനത്തിൽ നിന്നുള്ള വരുമാനം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നത് പ്രധാനമാണ്. മുതൽ മുടക്കിൻ്റെ പലിശ, സംഘടനത്തിൻ്റെ ലാഭം, തൊഴിലാളികളുടെ വേതനം, ഭൂമിയുടെ വാടക എന്നിവയ്ക്കായി വരുമാനം വിതരണം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രശ്നങ്ങളാണ്. താങ്ക് യു.